കൂട്ടുകാർക്ക് സുഖമാണല്ലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കിവിടെ സുഖമാണ് കേട്ടോ. നമ്മളപ്പോൾ ഇന്നൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3/4 കിലോ മുഴുവനായിട്ടുള്ള ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ഇതിനെ കുത്തി പരിക്കേൽപ്പിച്ച് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിക്കട്ടോ. അപ്പോൾ നിങ്ങളും വന്നോളി നമ്മളെ കിച്ചണിലേക്ക്. അപ്പോൾ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളി ഉപ്പും മുളകും ഒക്കെ പുരട്ടിയിട്ടാണ്, കുറച്ച് എരിവിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കീറി മുറിച്ച് പണിയാക്കണം, എന്നാലേ ഉള്ളൂ ഇതിന് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. നല്ല പീസാണ് കേട്ടോ, എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പം ഇതിനെ ഞാനൊന്ന് പാകം ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാനിതാ ഇത് നല്ലോണം ഒന്ന് പുരട്ടി വെക്കുന്നതാണ് കേട്ടോ. ആ മന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് കുറവായിരിക്കും, പക്ഷെ നമുക്ക് കുറച്ച് എരിവ് വേണം. അതുകൊണ്ട് ഞാനിത് ആദ്യം തന്നെ കുറച്ച് സമയം ഒരു അരമണിക്കൂർ പുരട്ടി വെക്കുന്നതാണ്. ഉപ്പും മുളകും എല്ലാം കൂടെ ഞാൻ കത്തി കൊണ്ട് കീറിയതാണ് കേട്ടോ. അത് മീൻ നമ്മൾ പൊരിക്കാൻ എടുക്കുന്ന പോലെ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് കീറിക്കാൻ, എന്നാലൊക്കെ ഇത് പിടിക്കുള്ളൂ. എരിവ് പിടിക്കാണ്ടായാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ പുരട്ടിയിട്ട്. ഞാൻ ഇതാ പട്ട തക്കോലം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ട്, ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി കൂടെ ചതക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമുക്ക് ബിരിയാണിനേക്കാൾ എളുപ്പമാണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ. ഞാനിതാ ഒരു സ്പൂണ് തൈരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ലൊരു രുചി കൊടുക്കും. പിന്നെ മസാലകളാണ് കേട്ടോ, മന്തി മസാല, മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അതായത് എൻ്റെ ബീഫ് കുറച്ച് കട്ടിയുള്ളതാണ്, വലിയ പീസല്ലേ, അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ശരിക്കും എനിക്ക് കണക്ക് അങ്ങനെ അറിയുന്നില്ല, ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിയുപ്പാണ് അധികം ഇടല്. സമയത്ത് ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ ബീഫ് നല്ല വലിയ കഷ്ണമാണ്. അപ്പം അത് ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഒരു 6-7 വിസിൽ വരണം എൻ്റെ കുക്കറിന്, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇത് തിളപ്പിച്ച് വെക്കുന്നതാണേ. മന്തിൻ്റെ ഐഡിയ പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെ. പിന്നെ എനിക്കൊരു വീഡിയോ കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ലേശം ഒന്ന് അടി ഇതായിട്ടുണ്ട്, പക്ഷെ ആ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെടുത്ത് ഞാൻ മാറ്റട്ടെ കേട്ടോ. പിന്നെ ഞാൻ ചോറ് ഊറ്റിയിടുന്നുണ്ട് കേട്ടോ. ചിക്കന് മാഗി ട്യൂബ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ല ബീഫിൻ്റെ, പക്ഷെ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് ബീഫിന്റെ ഗ്രേവി വറ്റിച്ചതാണ് കേട്ടോ. ഇതും കൂടി ഉണ്ടാകുമ്പോഴേ നല്ലൊരു രുചി കൊടുക്കുള്ളൂ. അപ്പം അതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കും. വീണ്ടും അതിൻ്റെ മേലെ ചോറ് കൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നും കൂടെ പൊരിച്ചിട്ടൊന്ന് വെക്കണേ.
സ്വാദിഷ്ടമായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ എനിക്ക് ഇറച്ചി വെന്തിട്ടില്ല, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്തിട്ട് ചുരുങ്ങി പോയിട്ടുണ്ട് കേട്ടോ ബീഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ കൂട്ടുകാരെ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലോണം നുള്ളിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ചൂടാണ് ഉണ്ടോ, നല്ല വെന്തിട്ടുണ്ട് ഇറച്ചി, ചൂടായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ സമയമില്ല, നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇടയിൽ കൂടെ ഉണ്ടാക്കിയൊരു മന്തിയാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.